വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ സവാള നന്നായിട്ട് കുരുകുരാന്ന് അരിഞ്ഞതും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മൾ മസാല ആക്കി വെച്ച, അതായത് തക്കാളി അരിഞ്ഞത്, ചുവന്ന മുളക് ചൂടുവെള്ളത്തിലിട്ടത്, പിന്നെ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ട് ഉണ്ടെങ്കിൽ കാഷ്നട്ട് ഇടാം. പിന്നെ തൈര് 1 സ്പൂൺ ചേർക്കാം. ഞാൻ ഇത് രണ്ടും ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഒഴിക്കുക. മസാലയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത് ചേർക്കാൻ പറ്റുള്ളൂ. ഈ മസാല ഒന്ന് പതുക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ, അതായത് പനീർ നമ്മൾ ബട്ടറൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് പനീറും ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇതെല്ലാം ഇട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തേക്കണെയാണ്. അധികം നമ്മൾ ഹാർഡാക്കേണ്ട, ചെറുതായിട്ട് സോഫ്റ്റാക്കി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അത് നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ഇടും. മസാലക്കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് കുറുകി വന്നു ഇത് തിക്കാവണ വരെ ചെയ്യും. തിക്കായി തന്നെയാണ് ഇതിൻ്റെ ഒരു പരുവം. തിക്കായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ഇടുക. പനീർ ബട്ടർ മസാല റെഡി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാവുന്നതാണ്.